ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി മാത്രം. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ളവർക്കെതിരെയും അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. പെൻഷൻ നടപടിക്രമങ്ങൾ കർശനമാക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് നടപടിക്ക് തീരുമാനമായത്. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടി. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയിലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കർശനമാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കി ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും യോഗത്തിൽ ധാരണയായി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വകുപ്പ് തല നടപടി എന്നതാണ് സർക്കാർ നിലപാട്. പക്ഷേ ഇല്ലാത്ത അർഹതയുണ്ടെന്ന് കാട്ടി ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത ക്രിമിനൽ കുറ്റകൃത്യത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന ചോദ്യം ബാക്കിയാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.